നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, നമ്മുടെ കമൻറ്റ് സെഷൻ്റെ ദിവസമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ നല്ല ക്വസ്റ്റ്യൻസ്, എല്ലാവർക്കും കോമൺ ആയിട്ട് സംശയം വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഏതായാലും ഫുള്ള് വീഡിയോ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ ഏതായാലും വീഡിയോയിലോട്ട് പെട്ടെന്ന് കിടക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഏതായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് എത്ര ടൈം വരെ ഫാൻ ഇട്ട് ഉപയോഗിക്കാൻ പറ്റും? എത്ര ടൈം കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആകും? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ വാഹനത്തിനകത്ത് ഫാൻ ഇട്ടിരിക്കാൻ ശ്രമിക്കരുത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഫാൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഗ്നീഷൻ ഓൺ ആക്കണം. ഇതൊരു IC എഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കുറിച്ചാണ്. ഇലക്ട്രിക്കൽ വാഹനമാണെങ്കിൽ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്നാലൊരു IC എഞ്ചിൻ്റെ തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാനിത് ഒരു കാരണവശാലും ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കീ ഓണാക്കി, അതായത് ACC ഓണാക്കിയാൽ പോരാ. ACC ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാൻ എന്നുള്ളൊരു ഫംഗ്ഷൻ വരെ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ കീ ഓണാക്കി ഇഗ്നീഷൻ ഓണാക്കിയാൽ മാത്രം ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ AC-യുടെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ബ്ലോവർ ഫാൻ ഓൺ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അവിടെ ബ്ലോവർ ഫാൻ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ബ്ലോവർ ഫാൻ ഓൺ ആകുന്നുണ്ട്, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് ഓൺ ആകുന്നുണ്ട്, ഇഗ്നീഷൻ കോയിൽസിലെല്ലാം കറണ്ട് വരുന്നുണ്ട്, എല്ലായിടത്തും കറണ്ട് കൺസ്യൂം ചെയ്യാണ്. നമ്മൾ വിചാരിക്കുന്നത് വാഹനത്തിൽ ആകെപ്പാടെ ബ്ലോവർ ഫാൻ മാത്രം നമ്മൾ ഓൺ ആക്കി ഇട്ടിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഒരു കാരണവശാലും ബ്ലോവർ ഫാൻ മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ECM ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു കാരണവശാലും ബാറ്ററി ഡ്രെയിൻ ആക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5 മിനിറ്റൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷേ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടെ നോക്കിക്കോണം. അരമണിക്കൂർ ഇട്ട ആൾക്കാർക്കും പ്രശ്നം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയ വാഹനമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ബാറ്ററി ആയിരിക്കും നിങ്ങളുടെ വാഹനത്തിലിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കുറേ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സെല്ല് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും, വാഹനം സ്റ്റാർട്ട് ആകാത്തൊരു കണ്ടീഷൻ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, അത്രയും അത്യാവശ്യമാണെങ്കിൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് ഇടാം. ഇനി അതല്ല, കുറേ നേരം ഇടണമെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടോ, ഒരു കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ AC ഇട്ടിരുന്നോളൂ. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം, ഒരു പ്രശ്നവും വരത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. അടുത്തത്, കാറ് ഓടിക്കാതെ AC ഇട്ടിരിക്കുമ്പോൾ ബാറ്ററി വല്ലതും കംപ്ലൈൻറ്റ് ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുക, എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ പെട്രോൾ തീരുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, മാറിയ പാർട്സ് തിരിച്ചു തരുമോ? ഷോറൂമിലെ കാര്യമാണ്. 100% അവർ തിരിച്ചു തരും. വേറൊന്നും കൊണ്ടല്ല, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് മാറുന്ന എല്ലാ പാർട്സും കസ്റ്റമർക്ക് കൊടുക്കും. പിന്നെ ഓയിലും മറ്റേ ഫിൽറ്ററും കാര്യങ്ങളൊന്നും അതിനകത്ത് ഇടത്തില്ല. കാരണം അത് വാഹനത്തിൻ്റെ ബോഡിയും അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഇടുന്ന സമയത്ത് ചെളി വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് കഴിവത് ഇടാറില്ല. എന്നാൽ ആവശ്യപ്പെടുന്ന കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാറുമുണ്ട്. അതൊരു കാര്യമാണ്. ആവശ്യമില്ലാത്ത പാർട്സ് മാറാൻ പറയുന്ന പ്രവണത ഷോറൂമിലുണ്ടോ? ഇതിലെനിക്ക് കുറച്ചൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ വാഹനം ഷോറൂമിൽ കൊടുക്കുന്ന സമയത്ത് അവർ പീരിയോഡിക്കായിട്ട് മാറേണ്ട പാർട്സുകളാണ് പറയുന്നത്. ഇപ്പം എയർ ഫിൽട്ടർ 40,000 കിലോമീറ്റർ ആകുമ്പോൾ മാറാൻ പറയും, അല്ലെങ്കിൽ 4 വർഷം ആകുമ്പോൾ മാറാൻ പറയും. അതേ സ്ഥാനത്ത് നമ്മൾ ചിലപ്പം പുറത്തുള്ളൊരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർ നോക്കിയിട്ട് ആ കുഴപ്പമില്ല, തട്ടിക്കുടഞ്ഞിടാം എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞത്. ഷോറൂമിൽ ഒരു കാരണവശാലും ഈ തട്ടിക്കുടഞ്ഞിടുന്ന പരിപാടി ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം എന്ത് പ്രശ്നം ഇനി സംഭവിക്കും. പക്ഷേ തട്ടിക്കുടയെന്ന് വിചാരിക്കുന്നത് എന്തിനാ വെറുതെ അത്രയും പൈസ കളയണ്ട എന്നുള്ള രീതിയിൽ ഇടും. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നമുണ്ട്, നമുക്ക് അവിടെ മൈലേജ് കുറയും, വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയും, ഓരോ കാര്യങ്ങൾക്കും പ്രോബ്ലംസ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കൃത്യസമയത്ത് മാറേണ്ട പാർട്സ് കൃത്യസമയം തന്നെ മാറിക്കോണം. അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടല്ല മാറേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായതിനു ശേഷം അല്ല നിങ്ങൾ വാഹനത്തിൻ്റെ ഒരു പാർട്സ് മാറേണ്ടതെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും മനസ്സിൽ വെച്ച് കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് ഞാൻ വായിക്കുന്നത്. ഉറപ്പായിട്ടും ഷോറൂമിൽ എന്തെങ്കിലും തരത്തിൽ ഉള്ള തട്ടിക്കൂട്ട് പണി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷോറൂമിൽ തട്ടിക്കൂട്ടുള്ള പണി ഇല്ല, ആ ഒരു കാര്യം 100% ഉറപ്പാണ്. പിന്നെ കസ്റ്റമർ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും തീർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടിയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടും. അല്ലാത്ത പക്ഷം സമയം കൊടുക്കുന്ന വർക്ക്, ഇപ്പം നല്ല കൂടുതൽ വർക്കുണ്ട്, പെട്ടെന്ന് തീർക്കണമെന്ന് പറയുമ്പോൾ അതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്നൊരു രീതിയിൽ നിങ്ങൾ ശരിക്കും ഒരു വാഹനം സർവീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർക്ക് നീറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ, കാരണം ഞാനിപ്പോൾ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരു സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എനിക്കത് പറയാൻ സാധിക്കും. ബാക്കിയും കൂടെ വായിക്കാം. എന്തൊക്കെ ശ്രദ്ധിക്കണം ഷോറൂമിൽ സർവീസിന് കൊടുക്കുമ്പോൾ? ഷോറൂമിൽ സർവീസിന് കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കേൾക്കാനുള്ളൊരു ക്ഷമ കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ക്ലീനിങ് അല്ലെങ്കിൽ ബോഡി പോളിഷിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ
അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ വാഹനത്തിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതായത് എഞ്ചിൻ ഓയിൽ മാറുക, കൂളൻ്റ് മാറുക, ബ്രേക്ക് ഫ്ലൂയിഡ് മാറുക, എയർ ഫിൽറ്റർ മാറുക, സ്പാർക്ക് പ്ലഗ് മാറുക, ഇതൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് കൃത്യസമയത്ത് മാറി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അഥവാ നമ്മളിപ്പോൾ പറയും ഇത് അധികം ഓടിയിട്ടൊന്നുമില്ല, മാറേണ്ട കാര്യമില്ല, പക്ഷെ ശരിക്കും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വാഹനം സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ വെയിറ്റ് ആൻഡ് ടേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം കൊടുത്തിട്ട് പോരുക, അല്ലെങ്കിൽ സർവീസ് തീരുന്നവരവിടെ വെയിറ്റ് ആൻഡ് ടേക്ക് ചെയ്ത് കൊണ്ടുപോരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. അടുത്തതിലോട്ട് പോകാം. റേഡിയേറ്റർ തെർമോസ്റ്റാറ്റ് വാൽവ് ബൈപ്പാസ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ? റേഡിയേറ്റർ തെർമോസ്റ്റാറ്റ് വാൽവ് ബൈപ്പാസ് ചെയ്യാതെ തെർമോസ്റ്റാറ്റ് വാൽവിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് മാറി വിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ബൈപ്പാസ് ചെയ്ത് വിട്ടത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും അവിടെ കിട്ടാൻ പോകുന്നില്ല. തെർമോസ്റ്റാറ്റിന് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളത് ബൈപ്പാസ് ചെയ്ത് വിടുന്നത്. തെർമോസ്റ്റാറ്റ് ഊരിക്കളഞ്ഞ് അത് ബൈപ്പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം, നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ വർക്കിംഗ് ടെമ്പറേച്ചർ ആയില്ലെന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നൊരു സാധനം കിട്ടത്തില്ല. ഒരു സാധാരണ വാഹനമൊക്കെ ആണെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ കഴിയുമ്പോൾ തൊട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അഥവാ മൈലേജ് കിട്ടി തുടങ്ങും. എന്നാൽ അതേ സ്ഥാനത്ത് തെർമോസ്റ്റാറ്റ് വാൽവ് ഊരിക്കളയുന്ന വാഹനങ്ങൾക്ക് നമുക്ക് മൈലേജ് ഒക്കെ കിട്ടണമെങ്കിൽ ഏകദേശം 20 കിലോമീറ്ററിന് മുകളിലൊക്കെ ഓടിക്കഴിയുമ്പോഴേ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആവത്തുള്ളൂ. ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടി തുടങ്ങത്തുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. പിന്നെ ഈ തെർമോസ്റ്റാറ്റ് പുതിയത് ഇട്ടിട്ടും ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റിന് പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് ഊരിക്കളഞ്ഞാൽ ഓവർ ഹീറ്റ് ആകത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് എപ്പോഴും സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ വെച്ച് ഓടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ മൈലേജിനെയും പെർഫോമൻസിനെയൊക്കെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തതിലോട്ട് പോകാം. ബ്രോ, വാഹനം ഓഫ് ആയി കിടക്കുമ്പോൾ ഇങ്ങനെ ഡോറ് തുറന്നിട്ടാൽ ബാറ്ററി കൺസ്യൂം ആകുമോ? അല്ലെങ്കിലും എന്തിനാണ് ഡോറിന് ഇത്രയും ബാറ്ററി? നമ്മൾ കൈ കൊണ്ടല്ലേ ഡോറ് തുറക്കുന്നത്? ഇത് ശരിക്കും ഒരു AMT വാഹനത്തിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും AMT വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഡോറ് തുറക്കുന്ന സമയത്ത്, നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോറ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോട്ടർ കറങ്ങുന്ന ഒച്ച കേൾക്കാൻ സാധിക്കും. അത് ശരിക്കും നമ്മുടെ AMT മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്ന ഒരു ഹൈഡ്രോളിക് മോട്ടർ, ഹൈഡ്രോളിക് പമ്പാണ്. അത് ഹൈഡ്രോളിക് മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന ഹൈഡ്രോളിക് പമ്പാണ്. അതിനെ ലോഡ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ലോഡ് ചെയ്യിച്ച് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പമ്പ്. എപ്പോഴാണ് ഒരു കസ്റ്റമർ വാഹനത്തിലോട്ട് കയറുന്നത്, അതായത് ഡ്രൈവർ സൈഡിൽ ഡോറ് തുറക്കുന്നത്, അന്നേരം വാഹനം ചിന്തിക്കുന്നത് എന്താ, ആള് കയറുന്നുണ്ട്, നമുക്ക് റെഡിയാക്കി നിർത്താം, അന്നേരം സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം. ഈ ഒരു ചിന്തയിലാണ് നമ്മുടെ വാഹനം നിൽക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവർ സൈഡിലെ ഡോർ ഒരു കാരണവശാലും തുറന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടയ്ക്കാതെ ഒന്ന് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AMT അഥവാ ഏജസ് വാഹനങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തത്, ബ്രോ ഒരു ഡൗട്ട്, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫുൾ ടാങ്ക് അടിച്ചാൽ വണ്ടി ഒരു പരിധിയിൽ കൂടുതൽ റസ്റ്റിൽ ഇടരുത്, ഫുൾ ടാങ്ക് അടിച്ചാൽ ഓടിച്ചു പോകണം വണ്ടി, നൈറ്റ് ഒക്കെ പോർച്ചിൽ കയറ്റി ഇടുമ്പോൾ ഹാഫ് ടാങ്കിൽ താഴെ പെട്രോൾ ഉള്ളതാണ് നല്ലതെന്ന്. എനി ഐഡിയ അബൌട്ട് ദിസ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ പല രീതിക്ക് പറയുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ച് നമ്മൾ ഇടരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ പമ്പിൻ്റെ ഈ ടാങ്കിൻ്റെ മേളിൽ വരുന്ന റബ്ബർ ഹോസസ് ഒക്കെ ലീക്കുള്ള വാഹനങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിലെ പെട്രോൾ വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ലീക്കുള്ള ആൾക്കാരാണ് ഇത് അടിച്ചിറക്കുന്ന ഫുൾ ടാങ്ക് അടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. 100% നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ സാധിക്കും. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നിങ്ങളുടെ വാഹനം വീട്ടിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പവും വരാനില്ല. ഏറ്റവും നല്ല രീതി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന ആണെന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പിൽ പോകേണ്ട, നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെവി കൊടുക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിച്ചിടാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു കാര്യമാണ്. അടുത്തത്, ഹായ്, ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ഈസ് നെസസറി. ബ്രസ 2024 4700 കിലോമീറ്റർ. പ്ലീസ് സജസ്റ്റ് മീ. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ആവശ്യമാണോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 2024 വാഹനമാണ്. ഇതിപ്പോൾ 25 ആയതേ ഉള്ളൂ. 4700 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇതിന് ഒരു കാരണവശാലും ത്രോട്ടിൽ ബോഡിയിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പണിയില്ലാത്ത വാഹനത്തിൽ ചുമ്മാ പണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനുള്ള സമയമായിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
AC കൂളിംഗ് 2 months മാത്രം നിൽക്കുന്നുള്ളൂ. 3 പ്രാവശ്യം ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് ശരിയാക്കി, ബട്ട് സെയിം അവസ്ഥ. ലീക്ക് ചെക്ക് ചെയ്യുമ്പോൾ ലീക്ക് ഇല്ലെന്ന് പറയുന്നു. ഡാഷ്ബോർഡ് അവിടെ നിന്ന് സൗണ്ട് ഉണ്ട്. AC ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം, AC ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കൂടെ കൊടുക്കാം. മൈന്യൂട്ട് ലീക്ക് ആണെങ്കിൽ ഒരു കാരണവശാലും AC ഗ്യാസ് ഫില്ല് ചെയ്താൽ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ 3 പ്രാവശ്യം ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞ് എന്തിന് ഇത്രയും പൈസ കളയുന്നു ഞാൻ ചോദിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കൊടുക്കുക. വാഹനം ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ സമയം കൂടെ കൊടുക്കണം, ഉള്ളത് പറയാമല്ലോ. കാരണം സമയം കൊടുത്താൽ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ AC ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് ഗേജ്, അതായത് അതിൻ്റെ പ്രഷർ ഗേജും കൂടെ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫുൾ അങ്ങനെ ഇട്ടേക്കും. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ എന്തേരെ കുറഞ്ഞിട്ടുണ്ട് പ്രഷർ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രഷർ കുറയുന്നുണ്ടെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം, ഈ യൂണിറ്റ്, അതായത് ഫുൾ AC യൂണിറ്റ് ഇൻക്ലൂഡിങ് കംപ്രസറും കണ്ടൻസർ ഇവാപ്പറേറ്റർ അസംബ്ലിയും പൈപ്പ് ലൈൻസും എല്ലാം ഊരി പുറത്ത് വെച്ച് ഇത് ഫുൾ അസംബിൾ ചെയ്തിട്ട് ഇത് പ്രഷർ ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ സ്ഥലത്ത് ഇഞ്ച് ബൈ ഇഞ്ച് അവർ ചെക്ക് ചെയ്ത് നോക്കി എവിടെ നിന്നാണ് ലീക്ക് എന്നുള്ളത് കൺഫേം ചെയ്ത് പറയും. പുറത്തൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ AC ഗ്യാസ് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊക്കോ. അതല്ല വേണ്ടത്. ഒരു തവണ നമുക്ക് മനസ്സിലായി ലീക്ക് ഉണ്ടെന്ന്, രണ്ടാമത് കൊണ്ട് നോക്കിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ലീക്ക് ഉണ്ട്, പിന്നെയും എന്തിനാ മൂന്നാമത് പിന്നെ അതുപോലെ ഫില്ല് ചെയ്യുന്നത്? അത് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഇത് ചെക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് സമയം അതിന് കൊടുക്കണം. സമയം കൊടുത്ത് നല്ല രീതിക്ക് ചെയ്യിക്കുക, അല്ലാതെ വെറുതെ നമ്മൾ കയ്യിലുള്ള പൈസ മുഴുവൻ കളഞ്ഞ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൽ എക്സ്പ്ലെയിൻഡ് ബ്രോ. ഒരു ഡൗട്ട്. വാഹനം കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബൈക്ക് ഓർ കാർ, ചോക്ക് ഓട്ടോ ഓർ മാനുവൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ലോങ് ടേമിൽ എൻജിൻ വെയർ ആൻഡ് ടയർ കൂടാൻ ചാൻസ് ഉണ്ടോ? ബിക്കോസ് നമ്മൾ വാഹനം ഓഫ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഓർ ലേറ്റർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ ഓയിൽ ഫുള്ള് സമ്പിൽ വന്ന് കിടക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചോക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ RPM റേസ് ആയി നിന്നാൽ വെയർ ആൻഡ് ടയർ കൂടാൻ ചാൻസ് ഇല്ലേ? ഓയിൽ സർക്കുലേഷൻ പെട്ടെന്ന് നടക്കുമെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ RPM റേസ് ആകുന്ന ടൈമിൽ തന്നെയും കൂടാൻ ചാൻസ് ഇല്ലേ സ്ഥിരമായി ചെയ്യുമ്പോൾ? കാർസിൽ ഓട്ടോ ചോക്ക് ഒരു 1.4 to 1.5 RPM വരെ റേസ് ആവുന്നുണ്ട്, എന്നാൽ ബൈക്കിൽ 3 to 4K RPM വരെ കൂടുന്നുണ്ട്. എൻ്റെ യൂണിക്കോൺ 150 ചോക്ക് മാനുവൽ യൂസ് ചെയ്താൽ റൗണ്ട് 3.5 RPM വരെ റേസ് ആവുന്നുണ്ട്. ഇപ്പോഴുള്ള BS6 FI മോഡൽസിലും ഓട്ടോ ചോക്ക് 3 to 4K RPM വരെ റേസ് ആവുന്നുണ്ട്. ഒരു കോൾഡ് എൻജിൻ പെട്ടെന്ന് ഇത്രയും RPM റേസ് ആയി നിൽക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബിക്കോസ് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ എൻജിൻ റേസ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ചോക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ലേ ലോങ് ടേം യൂസിൽ? യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പലരുടെയും മനസ്സിലുള്ളൊരു സംശയം തന്നെയാണ് അഖിൽ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അഖിലാണ്. എല്ലാ വീഡിയോസിലും ഒരു കമൻറ്റ് എനിക്ക് 100% വരുന്ന ഒരു കാര്യം തന്നെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇപ്പോഴും എന്നെ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയാണ്. അപ്പം ഏതായാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ശരിക്കും ഓട്ടോ ചോക്ക് ഫംഗ്ഷൻ, അഥവാ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ നല്ല തണുത്ത് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തണുപ്പായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു RPM കയറി തന്നെ വരത്തുള്ളൂ, 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ RPM കൂടിക്കഴിഞ്ഞാൽ ഓയിൽ സർക്കുലേഷന് പ്രോബ്ലം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കില്ലേ എന്നാണ് അഖിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ചോദ്യമാണ്. സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമയം ഒരു കാരണവശാലും എടുക്കില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ഫുള്ളായിട്ട് നമ്മുടെ സമ്പിലോട്ട് വരുന്നില്ല. പല പോർഷൻസിലും നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് അത്രയും വലിയൊരു ടെൻഷൻ വരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പണ്ടത്തെ വാഹനങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ക്രാങ്ക് ചെയ്ത് ഓയിൽ മേളിലോട്ട് കയറി വരാനൊക്കെ താമസം എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിൽ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് തന്നെ ഈ പമ്പ് വർക്ക് ചെയ്യും. മെക്കാനിക്കൽ പമ്പ് തന്നെയാണ്, പമ്പ് വർക്ക് ചെയ്യും. ഓയിൽ അത്രയും പെട്ടെന്ന് തന്നെയാണ് മേളിലെത്തുന്നതും ഫുള്ള് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രോബ്ലം വരുമെന്ന് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ടെൻഷൻ ആകേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൃത്യസമയത്ത് മാറിയില്ലെങ്കിൽ, വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ, അതായത് ഒരുപാട് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ഈ പറഞ്ഞ പോലെ ഒരു സർക്കുലേഷൻ കൃത്യമായിട്ട് വരത്തില്ല, ഒരു കാരണവശാലും വരത്തില്ല. അങ്ങനെ വരാതെ വരുന്ന സമയത്താണ് നമ്മളൊരു വലിയ പ്രോബ്ലം ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഓയിൽ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല, വെയർ ആൻഡ് ടയർ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ പറയുന്നത്, ഇപ്പം ഓട്ടോ ചോക്കുള്ള വാഹനത്തിൽ അത്രയും പ്രശ്നമില്ല. മാനുവലായിട്ട് ചോക്കുള്ള വാഹനങ്ങൾ ചോക്ക് വലിക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. സ്റ്റാർട്ട് ചെയ്ത് ഐഡിലെങ്കിൽ ഒരു മിനിറ്റിനകത്തെങ്കിലും ഇടാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ നല്ലതാണ്. അതുകൊണ്ട് ഇനി തൊട്ട് ഈ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത്
1 മിനിറ്റെങ്കിലും ഇട്ടതിന് ശേഷം വാഹനം കൊണ്ടുപോകാൻ സാധിക്കും. ചോക്ക് യൂസ് ചെയ്യാതെ തന്നെ, മാനുവൽ ചോക്കുള്ള വാഹനങ്ങൾക്ക് ചോക്ക് യൂസ് ചെയ്യാതെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു കുഴപ്പവും വരുന്നതായിരിക്കത്തില്ല. അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചോക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് RPM കൂടി നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഓയിൽ എല്ലാം പോർഷനിൽ എത്തുന്നതുകൊണ്ട് ഒരു വെയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഹീറ്റിൻ്റെ കണ്ടീഷൻ, അതായത് കുറച്ചുകൂടെ ഹീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ പാർട്സ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആവുന്നത്. അന്നേരമാണ് ഓയിലിൻ്റെ കൂടുതൽ ഫംഗ്ഷനിങ് നമുക്ക് ആവശ്യം വരുന്നത്. പക്ഷേ തണുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കോൾഡ് കണ്ടീഷൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതായത് ഒരു കൃത്യമായ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ഇല്ലാത്തൊരു വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമല്ല, കുറച്ച് നേരം അവൻ വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ ഫ്രിക്ഷൻ ആകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ വരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കുറച്ച് നേരം, ഒരു സെക്കൻഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സെക്കൻഡ്സിൻ്റെ ഒരു ടൈം മതി ഇത് ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് പോകാൻ. ആ ഒരു സമയം പോലും വേണ്ട. എന്നാലും ഞാൻ പറഞ്ഞ ആ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ഒരു നല്ല കിഡിലൻ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 ഇഞ്ചക്ടേഴ്സ് മാനുവലായി കട്ട് ഓഫ് ആക്കി വണ്ടിയുടെ മൈലേജ് കൂട്ടാൻ പറ്റില്ലേ? വണ്ടി ഒരു 30 കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നത് 2 സിലിണ്ടർ ഇഞ്ചക്ടർ കട്ട് ഓഫ് ആക്കി. എനി പ്രോബ്ലം? ഞാൻ പെട്രോൾ വണ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പൊളി. ഞാനിത് ശരിക്കും പേഴ്സണലായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം. ഒരു വീഡിയോയിൽ ഞാനിത് പറയുകയും ചെയ്തായിരുന്നു, ഇഞ്ചക്ടർ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷേ അവിടെ പിന്നെ ഞാനിരുന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനത് ഷെയർ ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം, നമ്മൾ ഇഞ്ചക്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഫ്യൂവൽ മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു 4 സിലിണ്ടർ എഞ്ചിൻ നമുക്ക് എടുക്കാം. 4 സിലിണ്ടർ എഞ്ചിനിൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിലിണ്ടറിലും ഓരോ ഫയറിംഗ് ഓർഡറാണ് വരുന്നത്. അപ്പം ഈ 4 സിലിണ്ടറുള്ള വാഹനത്തിൽ നമ്മൾ ഫസ്റ്റും ഒരു തേർഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡും ഫോർത്തും മാത്രം നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു എന്ന് വെക്കുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞാൽ ഫസ്റ്റും തേർഡും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇവിടെ ഇഞ്ചക്ടർ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാലും വാഹനത്തിൻ്റെ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് സക്ഷന് കുഴപ്പമില്ല, വലിച്ചെടുക്കുന്നതാണ്. കംപ്രഷൻ സ്ട്രോക്ക്, അതായത് സക്ഷൻ സ്ട്രോക്കിന് പ്രശ്നമില്ല, കംപ്രഷൻ സ്ട്രോക്കിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഡും കൂടെ കുറയ്ക്കാനുള്ളൊരു ഐഡിയ നമ്മൾ ചിന്തിച്ചെടുക്കണം. അതായത് ഈ ഒരു ലോഡ് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിൻ ഫ്രീ ആയി. അല്ലാത്ത പക്ഷം അവിടെ സംഭവിക്കുന്ന എന്താ? കംപ്രഷൻ സ്ട്രോക്കിൽ അവിടെ പ്രഷറാണ് നിൽക്കുന്നത്. ആ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ 2 വാൽവും, അതായത് ഇൻടേക്കും എക്സോസ്റ്റും വാൽവ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണം ഫ്രീ ആയിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റും ഫോർത്തും കൊണ്ട് തന്നെ നമുക്ക് വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. അഥവാ നമ്മുടെ സെക്കൻഡും ഫോർത്തും കൊണ്ട് മാത്രം നമുക്ക് വാഹനം റൺ ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല രീതിക്ക് ചിന്തിക്കണം. ഇത് പക്ഷേ ഉള്ളതാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഈ നമ്മുടെ സിലിണ്ടർ ഡീആക്ടിവേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സിലിണ്ടർ കട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പല വാഹനങ്ങളിലും, അതായത് കൂടിയ മോഡൽ വാഹനങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി സമയം മെനക്കെട്ടിരുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം കൂടി ഞാൻ പറഞ്ഞത്, ഒരു 4 സിലിണ്ടർ വാഹനത്തിൽ 4 പേർക്കെങ്കിലും, 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനത്തിൽ ഒരാൾ പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 സിലിണ്ടർ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. ആ ഒരു ടെക്നോളജി ഉടനെ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അടുത്തലോട്ട് പോകാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇച്ചിരി തമാശയായിട്ട് തോന്നിയൊരു കാര്യം കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. വണ്ടിയെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ ഇത് ഒരിക്കലും എടുക്കില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ അല്ലേ? ഇടയ്ക്ക് കംപ്ലൈൻറ്റ് വരുന്ന വണ്ടിയാണെങ്കിൽ വീഡിയോ ചെയ്യാൻ വിഷയം കിട്ടും. ഞാൻ ആ കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് എടുത്ത വാഹനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൻ്റെയാണ് എനിക്ക് ഈ ഒരു കമൻറ്റ് വന്നത്. പക്ഷേ ശരിക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിനെക്കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാരാണ് പൊതുവെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നത്. ആ വാഹനത്തിന് കംപ്ലയിൻറ്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയും നല്ല വാഹനം വേറെ ഇല്ല. അത് ആ ഒരു വാഹനം യൂസ് ചെയ്തിട്ടുള്ളവർക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്തവർ പുറമേ നിന്ന് കംപ്ലയിൻറ്റ്സ് പറയാൻ വേണ്ടി മാത്രം കൃത്യമായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ ഇത്രയും നല്ല രീതിക്ക് കംപ്ലയിൻറ്റ് വരുന്ന വാഹനം വേറെയില്ല. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് നോക്കിക്കേ, ആ വാഹനത്തിൻ്റെ എഞ്ചിന് പോലെ വേറെ ഒന്നും വരില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു കോൺഫിഡൻസ് കൂടെയാണ്. കാരണം ഞാനത് കംപ്ലയിൻറ്റ് വരുത്തണം, അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് നല്ലൊരു വാഹനം കിട്ടി, ഞാനത് എടുത്തു. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിക്കും. കാരണം ഡീസൽ വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ വാഹനം എടുത്തത്. അത് കംപ്ലയിൻ്റ് ആകുമോ എന്താണോ
അത് അടുത്ത കേസാണ്. പക്ഷേ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരുപാട് ഡീസൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു വാഹനം ഓപ്റ്റ് ചെയ്തതും ഞാനത് മേടിച്ചതിൻ്റെ കാര്യം.